ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്ക് ആൻഡ് വ്യൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ബ്ലൗസിൻ്റെ കട്ടിംഗ് ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സ്ലീവ് കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ ലൈനിങ് ഇല്ലാതെയാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഇതാ സാരിയിൽ നിന്ന് ബ്ലൗസ് പീസിൽ നിന്ന് ഇതുപോലെ നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതുപോലെ ക്യാമ്പ് ഹൈറ്റ് ഞാനൊരു 3.25 മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചിട്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു 8.25 അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും എക്സ്ട്രാ അപ്പുറത്ത് ജോയിൻ ചെയ്യണം. ഇനി താഴെയുള്ള വിഡ്ത്ത് 5.5, വീണ്ടും നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒന്ന് വരച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കി ലൈനിങ് പീസസ് എല്ലാം തന്നെ ഞാൻ ഈ ഒരു സാരി ബ്ലൗസിൻ്റെ അടുത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഒരല്പം എല്ലാ സൈഡിലും എക്സ്ട്രാ ഇട്ടിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ ഒരു പിഞ്ഞി പോകുന്ന പോലത്തെ ഒരു തുണിയാണ്, ഡോള സിൽക്ക് മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്ട്രാ ഇട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത ശേഷം കട്ട് ചെയ്തെടുക്കുക നല്ലത്. ഇതേപോലെ ഒരു 4 പീസ് വേണം നമുക്ക് 2 സൈഡിലേക്ക് അടിച്ചെടുക്കാൻ. പിന്നെ ബ്ലൗസിൻ്റെ ബാക്ക് പോർഷനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അത് ഇതുപോലെ ഞാൻ ചുരിദാറൊക്കെ നമ്മൾ അടിച്ചെടുക്കുന്ന പോലെ ലൈനിങ്ങും അതേപോലെ നമ്മുടെ മെയിൻ ക്ലോത്തും കൂടി നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഷോൾഡറിൽ നിന്നൊരു 1.5 ഇഞ്ച് ഇറക്കിയിട്ട് ഇതുപോലെ 2 ഡോരി 2 സൈഡിലും വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇങ്ങനെയല്ല നമ്മൾ വേറെ ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ബ്ലൗസ് ചെയ്യുക. പക്ഷെ ഇങ്ങനെ ചെയ്താലും ഒരു കുഴപ്പമില്ല. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് ബിഗിനേഴ്സിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നന്നായിട്ട് കിട്ടിയാൽ മതിയല്ലോ. ഇപ്പോൾ ചിലർ ഹെമ്മിങ് ചെയ്താലേ ഭംഗി ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ലൈനിങ്ങിൻ്റെ നല്ല വശവും മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും നമ്മൾ ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തു, എക്സ്ട്രാസൊക്കെ കട്ട് ചെയ്തു. അതിന് ശേഷം ഇതുപോലെ പതിച്ചടിച്ചു കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് കറക്റ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഈ ഡോരി വെക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്ത് തന്നെ വെക്കുകയാണ് ഏറ്റവും നല്ലത്. അതിന് ശേഷം നമ്മൾ എക്സ്ട്രാസൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മെയിൻ ക്ലോത്തും ലൈനിങ് കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ എക്സ്ട്രാസൊക്കെ കട്ട് ചെയ്തെടുക്കണു. പിന്നെ ബാക്ക് പോർഷനിൽ ടക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കട്ടിങ് പോർഷൻ കട്ടിങ് വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രിൻസസ് കട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതും ഫ്രണ്ട് ഓപ്പൺ ആണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ലൈനിങ്ങും അതുപോലെ നമ്മുടെ മെയിൻ ക്ലോത്തും കൂടി ഇതുപോലെ ടക്കിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും കൂടി തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നിർബന്ധമൊന്നുമില്ല, കോട്ടണൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു തെന്നി പോകുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ടക്ക് പോർഷൻ നിൽക്കും. ഈ 2 സൈഡും നമ്മൾ ടക്ക് ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ 2 തവണ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ബാക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ ഇതേപോലെയാണ് നമ്മൾ നെക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഫ്രണ്ടിൽ നമ്മൾ ആകെ ബ്ലൗസ് ഒന്ന് വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രിൻസസ് കട്ടിൻ്റെ ഒരു കാര്യം, ഈ ഒരു പോർഷൻ നമ്മൾ രണ്ടും ഒരേ സൈഡിലേക്ക് വരാതെ നോക്കണം. എപ്പോഴും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതേപോലെ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യണം. ഒന്ന് ലെഫ്റ്റിലോട്ടും ഒന്ന് റൈറ്റിലോട്ടും തന്നെ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇത് നമ്മൾ ഇതുപോലെ 2 പീസും ഒരേപോലെ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ രണ്ടും ഒരേ സൈഡിലേക്കുള്ള പീസായിട്ട് പോകും. അതുകൊണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാനുള്ളൂ ഈ പ്രിൻസസ് കട്ടിൽ കട്ട് ചെയ്യുന്ന സമയത്ത്. ഇത് നമ്മൾ സാധാരണ പോലെ തന്നെ ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ലൈനിങ്ങും അതേപോലെ തന്നെ നല്ല പീസും കൂടി നമ്മളൊന്ന് ജോയിൻ ചെയ്ത് ഫ്രണ്ടിൻ്റെ നെക്കും ഇതേപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ സെൻറ്റർ പീസ് 2ആയിട്ട് വരുമല്ലോ, കാരണം നമ്മൾ അവിടെയാണ് ഹുക്കും മൈയും സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിൻ്റെ നെക്ക് 2 എണ്ണമായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ സ്വീറ്റ് ഹാർട്ട് പോലത്തെ എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ അത്ര ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഞാൻ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് എക്സ്ട്രാസൊക്കെ കട്ട് ചെയ്യുക, ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക, തിരിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലൈനിങ്ങും അതേപോലെ തന്നെ മെയിൻ ക്ലോത്തും കൂടി എല്ലായിടത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഇനി എക്സ്ട്രാസൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മളുടെ സാരിയിൽ ഒരു സൈഡ് വീതി കൂടിയത് ഒരു സൈഡ് വീതി ഇല്ലാത്ത ബോർഡറുമാണ്. അപ്പോൾ ഈ വീതി കുറഞ്ഞ ബോർഡറിൽ നിന്ന് ഒരു പീസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ പ്രിൻസസ് കട്ടിൻ്റെ ആ സൈഡിൽ നിന്നും നമ്മുടെ നെക്ക് പോർഷനിലേക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനങ്ങനെ പ്രത്യേക വിഡ്ത്ത് അതുപോലെ തന്നെ ലെങ്ത്തൊക്കെ മാർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് പാറ്റേൺ ബ്ലൗസാണല്ലോ ഇത്, നെക്കിൽ ഇതുപോലെ വരുന്നത്.
ഇതുപോലെ നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് എക്സ്ട്രാസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. അതിന് ശേഷം വേണം നമ്മുടെ സൈഡ് പീസ് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യണവരാണ് പ്രിൻസസ് കട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് പിന്ന് കുത്തി വെച്ച ശേഷം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് ബിഗിനേഴ്സിനായിട്ട് പറഞ്ഞതാണ്. അല്ലാത്തവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ചെരിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മളിതുപോലെ ഒന്ന് പിന്നൊക്കെ കുത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതൊരു 2 പ്രാവശ്യം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് വളരെ നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അയൺ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഹുക്കും മൈയും വെക്കാനുള്ള പീസസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു 2 ഇഞ്ചിലുള്ള ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ലൈനിങ്ങിൽ നിന്നാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇതേപോലെ തന്നെ നമ്മൾ ഐ പീസും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എല്ലാ വീഡിയോസിലും കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി വേണ്ടത് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക എന്നാണ്. ഞാൻ ആസ് യൂഷ്വൽ മെത്തേഡിൽ തന്നെയാണ് നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി സ്ലീവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പീസസ് ഞാൻ 2 സൈഡിലും ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതേപോലെ മടക്കിയിട്ടിട്ട് അതിൻ്റെ ഷേപ്പിനനുസരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വിട്ടില്ലാത്ത തുണികളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തുനിന്ന് നമ്മൾ സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണു. അതേപോലെ താഴെ ഭാഗം നമ്മളൊരു പീസ് വെച്ചിട്ട് മടക്കി അടിച്ചു കൊടുക്കണു. എന്നിട്ട് സൈഡ് ജോയിൻ ചെയ്യണു. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു പാറ്റേൺ ബ്ലൗസ് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാ ബിഗിനേഴ്സിനും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ബൊട്ടീക്കിൽ പോയിട്ട് ഒരുപാട് ക്യാഷൊന്നും കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.